കേരളത്തിലല്ല, ഞങ്ങൾ വിശാഖപട്ടണത്തായിരുന്നു. അപ്പോൾ നമ്മള് വീടെന്നൊരു സ്വപ്നത്തെ പറ്റി ചിന്തിച്ചപ്പോൾ ഒരുപാട് പേരെ കോൺടാക്ട് ചെയ്തിരുന്നു. ശരിക്കും ഒരു 7 പേരെ ഞങ്ങൾ നമ്മുടെ എല്ലാ പ്ലാനും ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഡെവലപ്പർ. തുടക്കം തന്നെ ഒരു പ്ലാൻ അവരെ ചൂസ് ചെയ്ത പോലെയായിരുന്നു. ഇപ്പൊ പക്ഷെ നമുക്കൊരു ഒപ്പീനിയൻ, നമുക്കൊരു ഓപ്ഷനും ആരും തന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞത്, എല്ലാവരും വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കണം, ഒരു 25-30 നിൽക്കണം നമ്മള് പ്ലസ് പോയത്. അപ്പോൾ അയ്യോ ഞങ്ങൾക്ക് അങ്ങനെയല്ല, 60+. അവർക്കൊക്കെ വലിയ ബിൽഡിംഗ് ആണ്. ഒരുപാട് ഡിസൈനേഴ്സിനെ കോൺടാക്ട് ചെയ്തിട്ട് അതിൽ ഞങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നിയ 2-3 പേരെ ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരുന്നു. ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിൽ ഫസ്റ്റത്തെ ഒരാളായിരുന്നു അർബൻ ലീഫ്. നമ്മൾ ആദ്യം ആദ്യയോട് സംസാരിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് എന്താണോ നമ്മുടെ മനസ്സിലുള്ളത് അത് എനിക്ക് കിട്ടി. അവിടെ നിന്ന് നമ്മുടെ പ്ലാൻ എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയല്ലോ എന്ന് ചിന്തിച്ചു. ഫസ്റ്റ് തന്നെ അർബൻ ലീഫിന് മീറ്റ് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റത്തെ മീറ്റിംഗ് ആയിരുന്നു അർബൻ ലീഫിന്. അതിനുശേഷമാണ് ഞങ്ങൾ ബാക്കിയുള്ളവർ കോൺടാക്ട് ചെയ്യാൻ വിചാരിച്ചത്. പക്ഷെ ആ ഫസ്റ്റ് മീറ്റിംഗ് ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആയി. നമ്മള് വീടെന്നൊരു സ്വപ്നത്തെ പറ്റി ചിന്തിച്ചപ്പോൾ ഒരുപാട് പേരെ കോൺടാക്ട് ചെയ്തിരുന്നു. ചുരുക്കം ഒരു 7 പേരെ ഞങ്ങള് ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നു. ഞങ്ങൾ ആക്ച്വലി കേരളത്തിലല്ല, ഞങ്ങള് വിശാഖപട്ടണത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വന്ന് കണ്ട് സംസാരിക്കുക എന്നുള്ളത് ഒരു ഭയങ്കര പാടായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് ഞങ്ങൾ പലരെയും കോൺടാക്ട് ചെയ്തു, ഫോണിലൂടെ വിളിച്ചിരുന്നു. അങ്ങനെ ഒരുപാട് ഡിസൈനേഴ്സിനെ കോൺടാക്ട് ചെയ്തിട്ട് അതിൽ ഞങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നിയ 2-3 പേരെ ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരുന്നു. ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിൽ ഫസ്റ്റത്തെ ഒരാളായിരുന്നു അർബൻ ലീഫ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ എനിക്ക് കംഫർട്ടബിൾ ആയി തോന്നുന്നത്, വീടെന്നത് എല്ലാവർക്കും ഒരു സ്വപ്നം തന്നെയാണ്. അപ്പൊ നമ്മുടെ ഒരുപാട് ആഗ്രഹങ്ങൾ, ഒരു ട്രഡീഷണൽ അപ്രോച്ച്, ഒരു മോഡേൺ അപ്രോച്ച് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഒരു വീട്. ആ വീടിന് ഒരുപാട് ബഡ്ജറ്റ് ഞങ്ങൾക്ക് പോകാൻ താല്പര്യമില്ല. കയ്യിലുള്ള എല്ലാ പൈസയും കൊടുത്തൊരു വലിയ വീട് വെച്ച് പോയി പിന്നീട് അതിൻ്റെ ഒരു മെയിൻ്റനൻസിലേക്ക് പോവുക, അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിലേക്ക് പോവാതെ വളരെ ചെലവ് കുറച്ച് നമ്മളെ കൊണ്ട് കൊള്ളാവുന്ന രീതിയിൽ, നല്ല രീതിയിൽ, ആര് കണ്ടാലും മോശമല്ല എന്ന് പറയുന്ന നല്ല രീതിയിൽ നമ്മുടെ എല്ലാ പ്ലാനും ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഡെവലപ്പർ അവരായിരുന്നു നമ്മൾ ആഗ്രഹിച്ചത്. നമ്മൾ ആദ്യം ആദ്യയോട് സംസാരിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് എന്താണോ നമ്മുടെ മനസ്സിലുള്ളത് അത് എനിക്ക് കിട്ടി. അവിടെ നിന്ന് നമുക്ക് ഓരോ സജഷൻസ്, ഫസ്റ്റത്തെ കോണ്ടാക്റ്റിൽ തന്നെ എനിക്ക് കിട്ടി കുറേ സജഷൻസ്. ഇങ്ങനത്തെ രീതിയിൽ ചെയ്യണം, അപ്പോൾ നമ്മൾ ഇന്നത്തെ രീതിയിൽ പോയാൽ നിങ്ങൾക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും, അല്ലാതെ നമുക്കൊരു കമ്പിയാണോ അല്ലെങ്കിൽ ഒരു മരം എങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ടൈലിന്റെ രീതിയിലാണെങ്കിൽ എവിടെ ഏത് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. അപ്പൊ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് പലരും പോയിരുന്നത് 60+ ആ ഒരു റേഞ്ചിലേക്കാണ് പോകുന്നത്. തുടക്കം തന്നെ ഒരു പ്ലാൻ അവരെ ചൂസ് ചെയ്ത പോലെയായിരുന്നു. ഇപ്പൊ പക്ഷെ നമുക്കൊരു ഒപ്പീനിയൻ, നമുക്കൊരു ഓപ്ഷനും ആരും തന്നിട്ടുണ്ടായിരുന്നില്ല. അതെ, ഞാൻ ആദ്യം പറഞ്ഞത്, എല്ലാവരും വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കണം, ഒരു 25-30 നിൽക്കണം നമ്മള് പ്ലസ് പോയത്. അപ്പൊ അയ്യോ ഞങ്ങൾക്ക് അങ്ങനെയല്ല, 60+. അവർക്കൊക്കെ വലിയ ബിൽഡിംഗ് ആണ്, വലിയൊരു അപ്രോച്ചിലേക്ക് പോകണം. നമുക്ക് അങ്ങനെ പോകാൻ താല്പര്യമില്ല, നമ്മളൊരു മിഡിൽ ക്ലാസ് ആണ്, നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ നിൽക്കണം. പിന്നെ അങ്ങനെ ഒരു രീതി ചിന്തിച്ചപ്പോഴാണ് ഫസ്റ്റ് തന്നെ അർബൻ ലൈഫ് എന്തായാലും ഇങ്ങനെ സംസാരിച്ചല്ലോ, ആ ഒരു വ്യക്തിയുടെ നമുക്ക് നമ്മുടെ പ്ലാൻ എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ അർബൻ ലൈഫിന് മീറ്റ് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റത്തെ മീറ്റിംഗ് ആയിരുന്നു അർബൻ ലീഫിന്. അതിനുശേഷമാണ് ഞങ്ങൾ ബാക്കിയുള്ളവർ കോൺടാക്ട് ചെയ്ത് വിചാരിച്ചത്. പക്ഷെ ആ ഫസ്റ്റ് മീറ്റിംഗ് ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആയി. ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഞങ്ങളിപ്പോൾ പറഞ്ഞു ഇവരോട്.